വയനാട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് 40 കിലോ ചന്ദനം മോഷ്ടിച്ചു. മലബാർ ദേവസ്വത്തിന് കീഴിലാണ് ക്ഷേത്രം. ക്ഷേത്രാവശ്യത്തിനായി സൂക്ഷിച്ച ചന്ദനമാണ് കാണാതായത്. സംഭവത്തിൽ അധികൃതർ മൗനം വെടിയണമെന്ന് BJP. ഈ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുറിച്ചു വെച്ച ചന്ദനമരം ഏകദേശം 50 കിലോ തൂക്കമുള്ള ചന്ദന തടിയാണ് ഇവിടുത്തെ സ്റ്റോർ റൂമിൽ നിന്ന് കാണാതെ പോയത്. ഏകദേശം ഒരു 3 വർഷത്തോളമായി ഇപ്പോൾ ചന്ദന മരം ഇവിടുന്ന് കാണാതായിട്ട്. ഇവിടുത്തെ ഭക്തർക്ക് ഇപ്പം നൽകുന്നത് 10 രൂപയുടെ കളഭം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ പൊടിയാണ് കലക്കിയിട്ടാണ് ഇവിടുത്തെ ഭക്തന്മാർക്ക് പ്രസാദത്തിൻ്റെ പേരിൽ കൊടുക്കുന്നത്. അർജുൻ PS ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, വയനാട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണല്ലോ ഇത്തരത്തിൽ 40 കിലോ ചന്ദനം മോഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അധികൃതർ ഇതിനെതിരെ വലിയ രീതിയിലുള്ള അന്വേഷണം ഒന്നും നടത്തുന്നില്ല. എങ്ങനെയാണിത് കാണാതായത് എന്നുള്ള ചോദ്യത്തിൽ അധികൃതർ മൗനമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ ഭക്തരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായും രോഹിണി, നേരത്തെ തന്നെ തിരുനെല്ലിയിലെ ഒരു വിഷയം നമ്മൾ കണ്ടതാണ്. ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ ഈ പണം നിക്ഷേപിച്ചപ്പോൾ, അതായത് ഈ ക്ഷേത്രത്തിന്റെ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് തിരികെ ചോദിക്കുമ്പോൾ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഏകദേശം 8 കോടിയോളം രൂപയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലും ഇതുപോലെ തന്നെ കൊള്ള എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ കൊള്ള നടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കുന്നത്. BJP വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി ഇതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 40 കിലോ ചന്ദനമാണ് ഇവിടെ നിന്നും, അതായത് വള്ളിയൂർക്കാവിൽ നിന്നും കാണാതായത്. 2000-ൽ ഈ ചന്ദനമരം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തു നിന്ന് തന്നെ മുറിക്കുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കായി ഈ ചന്ദനമരം എടുക്കുന്നു. പിന്നീട് ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചന്ദനമരം പിന്നീട് കാണാതാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു സ്റ്റോർ റൂമിലായിരുന്നു ഈ ചന്ദനമരം ഉണ്ടായിരുന്നത്. അത് ശ്രീകോവിലിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കഴകത്തിന്റെ തൊട്ടപ്പുറത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നത്. ആ സ്റ്റോർ റൂമിലായിരുന്നു ഈ ചന്ദനമരം ഉള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തുറന്നു നോക്കിയപ്പോൾ ചന്ദനമരങ്ങളൊന്നും കാണുവാൻ സാധിച്ചിരുന്നില്ല. ചന്ദനത്തിന്റെ കഷ്ണങ്ങളൊന്നും കാണുവാൻ സാധിച്ചിരുന്ന ഇത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങിയിരുന്നു. പക്ഷേ അന്നൊന്നും ഇത്തരത്തിൽ ഈ കമ്മിറ്റി അംഗങ്ങളൊന്നും ഇതുവരെയും യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെയുള്ള ഭക്തജനങ്ങളടക്കം പറയുന്നത്. മാത്രമല്ല BJP ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല വള്ളിയൂർക്കാവ് ദേവസ്വം ആളുകളൊക്കെ ഈ കാര്യത്തെ പറ്റി അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചന്ദനം എവിടെ പോയി എന്നുള്ളത് പ്രധാനമായും ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇത് മാത്രമല്ല, മറ്റു ചില വിഷയങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇതിനു മുൻപ് ഈ കഴിഞ്ഞ വർഷം ഈ ഉത്സവം വരുമ്പോൾ താഴെ ചന്ത നടക്കാറുണ്ട്. ആ ചന്ത നടക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇത് കരാർ നൽകാറുണ്ട്. അതുപോലെ തന്നെ അർജുൻ തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ SC മോർച്ച സംസ്ഥാന സെക്രട്ടറി ശരത് കൂടി ചേരുന്നുണ്ട്. ശ്രീ ശരത്, വയനാട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലാണല്ലോ ഇത്തരത്തിൽ ഒരു കൊള്ള നടന്നിരിക്കുന്നത്. 40 കിലോ ചന്ദനമാണ് അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ഇതിനെതിരെ കൃത്യമായൊരു അന്വേഷണം നടത്താനൊന്നും അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഇതെന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവുമില്ല എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവർക്കൊരു ഉത്തരമില്ലാതാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് ഒരു നിരുത്തരപരമായിട്ടാണ് അവർ കാണിക്കുന്നത്. നമ്മളെ എക്സിക്യൂട്ടീവ് ഓഫീസായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അവിടുത്തെ ഓഫീസായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതാണ് പറയുന്നത്. 3 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം ബോർഡ് അധികൃതരും കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹലോ, അതെ കേൾക്കാം, പറഞ്ഞോളൂ ശ്രീ ശരത്. അപ്പൊ 50 കിലോ അതിന്റെ അടുത്താണ് ചന്ദനം അവിടെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ചന്ദലേലം കൊടുക്കും. അതിന്റെ പൈസ 25 ലക്ഷം ഇപ്പോഴും കിട്ടാൻ കിടക്കുകയാണ്. ഇതൊന്നും ഇവര് ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് ചെയ്യാത്ത ഇതാണ് അവസ്ഥയിലാണ് കാണുന്നത്. അതായത് ബോധപൂർവമുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെ? കാരണം ഈ ചന്ദനം സൂക്ഷിച്ചിരിക്കുന്നത് അവിടുത്തെ സ്ട്രോങ് റൂമിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നിന്നും ഈ 40 കിലോയിൽ അധികം മോഷണം പോകുക എന്ന് പറയുമ്പോൾ അത് വളരെ ആസൂത്രിതമായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇതൊന്നും തങ്ങൾ അറിഞ്ഞതേ ഇല്ല എന്ന് പറയുന്നതിൽ ചില സംശയങ്ങൾ വരുന്നില്ലേ? അതെ, ആ സ്ട്രോങ് റൂമിന്റെ പൂട്ട് പൊളിച്ചാണ് ഈ സാധനം അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. റൂം പൊളിച്ചിട്ടാണ് ഈ സാധനം അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. നമ്മൾ ചോദിക്കുമ്പോൾ അവർ നമ്മളോട് നമ്മളോട് പ്രതികരിക്കാൻ പോലും ഒരു തയ്യാറല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ഇതിലൊരു തുടരന്വേഷണം കാര്യക്ഷമമായി ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണോ ശരത് ആരോപിക്കുന്നത്?
അതെ അതെ, ഇത് അന്വേഷണം തന്നെ വേണം. അതുപോലെ തന്നെ അവിടെ ഒരു ജീവനക്കാരന് പൊള്ളലേറ്റ് അതിന്റെ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഇതൊന്നും ഇതിൽ നടക്കാത്തൊരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ ശരത്ത് പ്രതികരിച്ചതിന്. എന്തായാലും വയനാട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ 40 കിലോ ചന്ദനം മോഷ്ടിച്ചിട്ടും അധികൃതർക്ക് യാതൊരു ഉത്തരവുമില്ല എന്നുള്ളത്. കൃത്യമായൊരു അന്വേഷണവും ഇതിന്മേൽ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ PS ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.